ഹായ് ഓൾ. നമ്മുടെ ലേസറിൻ്റെ സെക്കൻഡ് ലെക്ചറാണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വാട്ട് ഈസ് ലേസർ, ഡിഫറൻസ് ഓഫ് ലേസർ വിത്ത് ഓർഡിനറി ലൈറ്റ്, പിന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലേ, അബ്സോർപ്ഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലേസറിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിക്വയർമെൻറ്റ് ഓഫ് എ ലേസറിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, കമ്പോണൻസ് ഓഫ് എ ലേസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലേസറിനെ പറ്റിയിട്ട് ഏകദേശം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സും ആപ്ലിക്കേഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് തിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്വയർമെൻറ്റ് ഓഫ് എ ലേസർ. ഒരു ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻവേർഷൻ, സെക്കൻഡ് വൺ ഈസ് പമ്പിങ്, തേർഡ് വൺ ഈസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പം ഇതെന്താണ് മൂന്ന് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. എന്താ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്? നമ്മൾ ആ താഴെ തന്നിരിക്കുന്ന ഫിഗർ ഇല്ലേ, ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നോർമൽ സ്റ്റേറ്റിൽ നമ്മളൊരു മീഡിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള കേസിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലേ, E1 എന്ന് പറയുന്ന എനർജി ലെവൽ, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം അതല്ലേ സ്റ്റേബിൾ സ്റ്റേറ്റ്, അവിടെയാണ് ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം നമ്മുടെ ആറ്റത്തിന് റിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അവിടെ ആയിരിക്കും നമുക്ക് കൂടുതൽ ആറ്റത്തിനെ കാണാൻ പറ്റുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താ? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ലൈഫ് ടൈം വളരെ കുറവായതുകൊണ്ട് എക്സൈറ്റ് ചെയ്താലും അവിടെ ഒരുപാട് നേരം ആറ്റംസിന് ഇരിക്കാൻ പറ്റത്തില്ല. അത് തിരിച്ച് എന്ത് ചെയ്യുന്നു? സ്പോണ്ടേനിയസ് എമിഷൻ വഴി തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചു. ഓക്കെ, പക്ഷേ നമുക്കൊരു പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യണം ലേസിംഗ് ആക്ഷൻ നടക്കണമെങ്കിൽ. എന്താ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ പോപ്പുലേഷൻ എവിടെയാണ് കൂടുതലുള്ളത്? ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലും പോപ്പുലേഷൻ കുറവുള്ളത് എക്സൈറ്റഡ് സ്റ്റേറ്റിലും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻവേർട്ടഡ് സ്റ്റേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ലേസിംഗ് ആക്ഷൻ നമുക്ക് പോസിബിൾ ആവും അല്ലേ? കാരണം എന്താ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരുപാട് ആറ്റംസ് ഇരുന്നെങ്കിൽ മാത്രമല്ല പറ്റത്തുള്ളൂ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി താഴേക്ക് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ലേസിംഗ് ആക്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊരു പോപ്പുലേഷൻ ഇൻവേർഷൻ വേണം അല്ലേ? ഒരു ഇൻവേർട്ടഡ് സ്റ്റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ എനർജി ലെവൽ E1 ആൻഡ് E2 അല്ലേ? നമുക്ക് സാധാരണ ജനറൽ കേസിൽ നിന്നും ഒരു തിരിച്ചുള്ള ഒരു പോപ്പുലേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഇതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ അനുസരിച്ചിട്ട് നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ, നമ്പർ ഓഫ് ആറ്റംസ് എനർജി ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ആറ്റംസിന് എന്താ സംഭവിക്കുന്നത്? എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുക. അങ്ങനെ ആകുമ്പം ആ ഒരു ലോ പറയുന്നത് എന്താ? ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ ആറ്റത്തിനെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ നമ്പർ കുറയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ജനറൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേബിൾ കണ്ടീഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നമ്പർ ഓഫ് ആറ്റംസ് കൂടുതലും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കമ്പാരിറ്റീവ്ലി കുറവുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ലേസിംഗ് ആക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് വളരെ ഫസ്റ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഇൻവേർഷൻ. ഇനി ഈ പോപ്പുലേഷൻ ഇൻവേർഷനെ നമുക്ക് വെറുതെ അങ്ങ് കൊണ്ടുവരാൻ പറ്റത്തില്ല അല്ലേ? അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ വേണം ഇവിടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിസം നമുക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് സെക്കൻഡ് റിക്വയർമെന്റ് കണ്ടീഷനായ പമ്പിങ് മെക്കാനിസം ഓർ പമ്പിങ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമ്മളിവിടെ എന്താ ചെയ്യുക? പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുക അല്ലേ? ഒരു മെത്തേഡാണ് പമ്പിങ് എന്ന് വിളിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പിങ് മെക്കാനിസംസ് ഉണ്ട്. ഒപ്റ്റിക്കൽ പമ്പിങ്, ഇലക്ട്രിക്കൽ പമ്പിങ്, ഡയറക്റ്റ് കൺവേർഷൻ, കെമിക്കൽ പമ്പിങ്.
അതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? നമ്മൾ എടുത്തിട്ടുള്ള ലേസർ വെച്ചിട്ട് വേണം, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു അപ്പാരറ്റസ് വെച്ചിട്ട്. ചിലയിടത്ത് സെമി കണ്ടക്ടർ ലേസേഴ്സ് ഉണ്ട്, ഗേഷ്യസ് ലേസേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന മീഡിയം എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പമ്പിങ് മെക്കാനിസം ചൂസ് ചെയ്യുക. അപ്പോൾ പമ്പിങ് മെക്കാനിസം എന്താ ആക്ച്വലി ചെയ്യുക? ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുന്ന ആറ്റങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഒരു അപ്പർ എനർജി ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് പമ്പിങ്. സോ ബൈ പമ്പിങ് നമ്മൾ എന്താ അച്ചീവ് ചെയ്യുന്നത്? പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നു. നമുക്ക് ഓരോന്നൊന്ന് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ എന്താ? ഒപ്റ്റിക്കൽ പമ്പിങ്. ഒപ്റ്റിക്കൽ പമ്പിങ് എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആവും. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു ലൈറ്റ് സോഴ്സ് അല്ലേ, ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാഷ് ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മീഡിയത്തിലേക്ക് എന്താ ലൈറ്റ് കൊടുക്കുന്നു. ഈ ലൈറ്റിൻ്റെ ഫോട്ടോൺസിനെ നമ്മുടെ ആറ്റം അബ്സോർബ് ചെയ്യുന്നു. ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു അല്ലേ. അപ്പോൾ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആറ്റംസ് എത്തിപ്പെടുന്നു. അങ്ങനെ അവിടെ പമ്പിങ് നടക്കുന്നു. ഇനി ഇലക്ട്രിക്കൽ പമ്പിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക്കൽ പമ്പിങ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഗേഷ്യസ് ആയിട്ടുള്ള മീഡിയത്തിന്റെ കേസിലൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? അയോൺസ് ചാർജ് ആവും അല്ലേ. ഗ്യാസ് ചാർജ് ആയിട്ട് ഫാസ്റ്റ് മൂവിങ് അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് എന്നിട്ട് എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യും. അപ്പം അവിടെ ഒരു എനർജി എന്താ ട്രാൻസ്ഫർ നടക്കത്തില്ലേ? ഇലക്ട്രോണിൽ നിന്നും നമ്മുടെ ആറ്റത്തിലേക്ക് ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റത്തിന് ഒരു എനർജി കിട്ടുന്നു. ആ എനർജി കൊണ്ടിട്ട് ഇവർ എക്സൈറ്റ് ചെയ്യിക്കുന്നു. അതാണ് ഇലക്ട്രിക്കൽ പമ്പിങ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇലക്ട്രിക്കൽ എനർജി വഴി നമ്മൾ ലൈറ്റ് എനർജി ഉണ്ടാക്കുന്നു, അതിൻ്റെ അതുവഴി പമ്പിങ് നടത്തുന്നു. കെമിക്കൽ പമ്പിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ, ഏതെങ്കിലും ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആറ്റത്തിനെ ജമ്പ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ പമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ഹാപ്പൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് പമ്പിങ് എന്ന് പറയുന്നത്. ഓക്കെ. തേർഡ് റിക്വയർമെൻറ്റ് ഈസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് ലേസറിൻ്റെ, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നൊന്ന് പറയാം. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് നമുക്കിപ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ അറിയാം, ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും അല്ലേ. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം ആറ്റത്തിന് ഇവിടെ റിസൈഡ് ചെയ്യാൻ പറ്റും. എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓൺ ദ അതർ ഹാൻഡ് എന്താ? സ്റ്റേബിൾ അല്ലാത്തൊരു സ്റ്റേറ്റ് ആണ്. ഇവിടെ ആറ്റത്തിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് എത്രയാ? 10⁻⁻8 സെക്കൻഡ് അല്ലെങ്കിൽ നാനോ സെക്കൻഡ് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആറ്റത്തിന് റിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആറ്റം എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ആസ് എ റിസൾട്ട് സ്പോണ്ടേനിയസ് എമിഷൻ ഹാപ്പൻ ചെയ്യും. അപ്പോഴും അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നില്ല. സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നെങ്കിലല്ല നമുക്ക് ലേസിംഗ് ആക്ഷൻ കിട്ടത്തുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചതാണ്. അപ്പം ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റിനും ഗ്രൗണ്ട് സ്റ്റേറ്റിനും ഇടയ്ക്കായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു പുതിയ സ്റ്റേറ്റ് വേണം, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് വേണം അല്ലേ. ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താ? ആസ് കമ്പയർഡ് ടു ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ ലൈഫ് ടൈം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹയർ ആണ്. കുറച്ചും കൂടി ഹയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10⁻⁻6 ടു 10⁻⁻3 സെക്കൻഡ്സ് വരെ ആറ്റത്തിന് ഇവിടെ ഇരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ലൈഫ് ടൈമിനെക്കാട്ടിലും കുറച്ചും കൂടി നേരം ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്റ്റേറ്റിൽ റിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്? കുറച്ചേറെ നേരം ആറ്റത്തിന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ പുതിയ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു HMU ഫോട്ടോണിനെ ഇവിടേക്ക് കൊടുത്തിട്ട് നമുക്കൊരു സ്റ്റിമുലേറ്റഡ് എമിഷൻസ് നടത്താൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ അത് സ്പോണ്ടേനിയസ് എമിഷനാണ്. കുറച്ച് നേരം മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ റിസൈഡ് ചെയ്തിട്ട് അപ്പം നമ്മൾ HMU എനർജീനെ കൊണ്ട് ട്രിഗർ ചെയ്യിപ്പിച്ച് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴല്ല സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കത്തുള്ളൂ. അപ്പം സ്റ്റിമുലേറ്റഡ് എമിഷൻ ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്
ന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, ഇനിയും എല്ലാ മീഡിയത്തിനും ഈ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലേസിംഗ് ആക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റാസ്റ്റേബിൾ വൈസ്ലി നമ്മൾ ചൂസ് ചെയ്യണം. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ള ഏതെങ്കിലും ഒരു മീഡിയം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്: പോപ്പുലേഷൻ ഇൻവേർഷൻ, പമ്പിങ് ആൻഡ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ലൈഫ് ടൈം കൂടുതലായതുകൊണ്ട് അവിടെ ഒരുപാട് നേരം എന്ത് ചെയ്യാൻ പറ്റും? ആറ്റത്തിന് റിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായി? അവിടെ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ ജനറേറ്റ് ചെയ്തില്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റും മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റും തമ്മിലാണ് അവിടെ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടായത് അല്ലേ? കാരണം എന്താ? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആറ്റംസ് പോയി, അവർക്ക് ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവർ നേരെ താഴോട്ട് വരും. പക്ഷെ ഇപ്പം താഴെ ആരായിരിക്കുന്നത്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഇസ് നോട്ട് എ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതും ഒരു ടൈപ്പ് ഓഫ് എന്താ? എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. പക്ഷെ നോർമൽ എക്സൈറ്റഡ് സ്റ്റേറ്റിനെയും കാട്ടിലും കുറച്ചും കൂടി ലൈഫ് ടൈം കൂടുതലാണ് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റും മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റും തമ്മിൽ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ അവിടെ നടന്നു അല്ലേ? അങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോൺ ഉപയോഗിച്ച് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റത്തിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു. ആസ് എ റിസൾട്ട് അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഹാപ്പൻ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് കമ്പണന്റ് ഓഫ് ലേസേഴ്സ്. അപ്പം നമ്മളിപ്പം റിക്വയർമെന്റ് പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു ലെക്ചർ കഴിയുമ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ് പഠിക്കുമല്ലോ. നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ പറയുന്ന എല്ലാ കമ്പോണൻസും അവിടെയും ഉണ്ട്. അപ്പം നമുക്ക് അധികം ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓൾറെഡി നിങ്ങളിവിടെ കമ്പോണൻസിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് അന്നേരം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് പിടികിട്ടും. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. മെയിൻലി 3 കമ്പോണൻസ് ആണ് ലേസേഴ്സിന് വരുന്നത്. പിന്നെ ഓരോരോ ലേസറിന്റെ സ്ട്രക്ചറിന് വ്യത്യാസം വരുന്നതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കമ്പോണൻസ് ആഡ് ഓൺ ആവും. അത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് പഠിക്കുമ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ബേസിക്കലി എന്താ വേണ്ടത്? ഈ 3 കമ്പോണൻസ് ആണ് എല്ലാ ലേസർ ആക്ഷൻ അല്ലെങ്കിൽ എല്ലാ ലേസർ മീഡിയത്തിനും നമുക്ക് ആവശ്യമുള്ളത്. ആൻഡ് ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ആക്റ്റീവ് മീഡിയം, second component is pumping mechanism, third and the important component is optical resonator. Okay, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്റ്റീവ് മീഡിയം. ആക്റ്റീവ് മീഡിയം നമ്മളിപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. ആക്റ്റീവ് മീഡിയത്തിൻ്റെ എന്താ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ, നോക്കാം. എന്താ ഈ ആക്റ്റീവ് മീഡിയം എന്ന് പറയട്ടെ. നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തില്ലേ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിനെ പറ്റിയിട്ട്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു മീഡിയത്തിനെയാണ് നമ്മൾ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു എല്ലാ മീഡിയത്തിനും എന്ത് വേണം എന്നില്ല, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാകണം എന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ള മീഡിയത്തിനെ നമ്മൾ സെലക്ട് ചെയ്താണ് ഈ ഒരു മെക്കാനിസത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിനെ കാണിക്കുന്ന അല്ലെങ്കിൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ള ഒരു മീഡിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആക്റ്റീവ് മീഡിയം എന്ന് വിളിക്കുക. സോ ഫസ്റ്റ് കമ്പോണന്റ് ആക്റ്റീവ് മീഡിയം ആണ്. ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ആറ്റം, മോളിക്യൂൾ, അയോൺസ്. ഇത് സോളിഡ് ഫോമിലാവാം, ലിക്വിഡ് ഫോമിലുള്ള ഒരു മീഡിയം ആവാം, ഗേഷ്യസ് ഫോമിലൊരു മീഡിയം ആവാം. ഫോം നമ്മളെ മാറ്റർ ചെയ്യുന്നതേ ഇല്ല. പക്ഷേ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റിക്വയർമെന്റ് എന്താ? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് കാണിക്കണം. അപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു മീഡിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പമ്പിംഗ് മെക്കാനിസം. പമ്പിംഗ് മെക്കാനിസം ഇപ്പം അറിയാമല്ലോ നമുക്ക്. എന്തിനാ പമ്പിംഗ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ആക്റ്റീവ് മീഡിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആക്റ്റീവ് മീഡിയം ആയാലും ഏതൊരു മീഡിയം ആയാലും ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കൊരു പോപ്പുലേഷൻ ഇൻവേർഷൻ വേണം. നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്കൊക്കെ നമുക്ക് ആറ്റങ്ങളെ കൂടുതലായിട്ട് എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി കൊണ്ടുവന്ന് നമുക്ക് ലേസർ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കൊരു പോപ്പുലേഷൻ ഇൻവേർഷൻ വേണം. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ നേരത്തെ പഠിച്ചു, ഡിഫറെൻറ്റ് പമ്പിംഗ് മെക്കാനിസംസ് വേണം. നമ്മൾ ഓരോ ഡിഫറെൻ്റ് അവിടെ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പമ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെക്കാനിസം യൂസ്ഡ് ടു അച്ചീവ് ആൻഡ് മെയിൻറ്റെയിൻ പോപ്പുലേഷൻ ഇൻവേർഷൻ ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻസിന് വേണ്ടിയിട്ട് ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസമാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് മെക്കാനിസംസ് ഉണ്ട്. അത് നമ്മുടെ മീഡിയം അനുസരിച്ച്, സോളിഡ് ആണെങ്കിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് മെക്കാനിസം യൂസ് ചെയ്യും, ലിക്വിഡ് ആണെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് മെക്കാനിസം, ഗേഷ്യസ്
പ്രഷ്യസ് ആണെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് മെക്കാനിസംസ് അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനിയും നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു കമ്പോണന്റ് ആണ് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ, അല്ലെങ്കിൽ നമ്മൾ റെസൊണന്റ് ക്യാവിറ്റി എന്നും ഇതിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ താഴെ തന്നിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ടല്ലോ, ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ റെസൊണേറ്ററിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. നിങ്ങൾക്ക് ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും എന്താ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്ന് പറയുമ്പം ഇതിന് രണ്ട് മിററുകളുണ്ട്. ലെഫ്റ്റ് സൈഡിലും ഒരു മിററുണ്ട്, റൈറ്റ് സൈഡിലും ഒരു മിററുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആക്റ്റീവ് മീഡിയത്തിനെ വെക്കുന്നത്. ആൻഡ് അവിടെ നമ്മൾ പമ്പിങ് മെക്കാനിസം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മിററിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന മിറർ എന്ന് പറയുന്നത് ഹൈലി റിഫ്ലക്റ്റിവിറ്റി. ഹൈ റിഫ്ലക്റ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 100%ഉം റിഫ്ലക്റ്റ് ചെയ്യും. ഒരു ശകലം പോലും ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. 100%ഉം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മിററാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന മിററും. ആൻഡ് റൈറ്റ് സൈഡിലിരിക്കുന്ന മിററിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് പാർഷ്യലി റിഫ്ലക്റ്റീവ്. പാർഷ്യലി റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് 100% റിഫ്ലക്റ്റീവ് അല്ല. കുറച്ച് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും ആൻഡ് കുറച്ച് പാർട്ട് എന്ത് ചെയ്യും? ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ. ഇനി ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? നമുക്കറിയാം ഒരു ആക്റ്റീവ് മീഡിയം ഉണ്ട്. ആക്റ്റീവ് മീഡിയത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേജിലാണ് ആറ്റംസ് എല്ലാം ഇരിക്കുന്നത്. ഇതിനൊരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റും ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റും ഉണ്ട്. അപ്പം നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പമ്പിംഗ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആറ്റത്തിനെ എന്ത് ചെയ്യും? പമ്പ് ചെയ്യും. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലൈഫ് ടൈം ലോ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്പോണ്ടേനിയസ് എമിഷൻ വഴി ലോവർ എനർജി ലെവലിലേക്ക് വരും. പക്ഷെ ഇവിടുത്തെ ലോവർ എനർജി ലെവൽ എന്ന് പറയുന്നത് ആരാ? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ വന്നിരിക്കും. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന് കുറച്ചും കൂടി ഒരു ഹയർ ലൈഫ് ടൈം ആയതുകൊണ്ട് അവിടെ കുറേ നേരം ആറ്റത്തിന് റിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എക്സ്റ്റേണലി എന്ത് ചെയ്യുന്നു? ഒരു ഫോട്ടോണിനെ ഇവിടേക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഹാപ്പൻ ചെയ്യും. ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഹാപ്പൻ ചെയ്യുന്നു, ലേസർ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഈ ലേസർ ഇനിയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഏതുവഴിയാണ്? പാർഷ്യലി റിഫ്ലക്റ്റീവ് മിററിൽ കൂടിയാണ് നമ്മുടെ ലേസർ ബീം പുറത്തേക്ക് വരുന്നത്. അപ്പം ആസ് ദ നെയിം സെഡ് ഇറ്റ് ഈസ് പാർഷ്യലി റിഫ്ലക്റ്റീവ് മിറർ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ കമ്പോണന്റ് ഓഫ് ദി ഔട്ട്പുട്ടിന്റെ ഒരു സ്മോൾ കമ്പോണന്റ് പുറത്തേക്ക് വരുന്നു ആൻഡ് അതിന്റെ ഒരു ചെറിയ കമ്പോണന്റ് എന്ത് ചെയ്യുന്നു? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ ആരായിരിക്കുന്നത്? ഹൈലി റിഫ്ലക്റ്റീവ് മിറർ ആണ്. ഈ റിഫ്ലക്റ്റ് ചെയ്തത് ഹൈലി റിഫ്ലക്റ്റീവ് മിറർ ആണല്ലോ. അപ്പോൾ പാർഷ്യലി റിഫ്ലക്റ്റീവ് മിററിന്റെ അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത കമ്പോണന്റ് ഹൈലി റിഫ്ലക്റ്റീവ് മിററിൽ വരുന്നു. എഗെയിൻ അത് 100% മിറർ ആണ്, ഒരു ശകലം പോലും പുറത്തേക്ക് വിടത്തില്ല. എഗെയിൻ ആക്റ്റീവ് മീഡിയത്തിലേക്ക് നമ്മുടെ ഈ കമ്പോണന്റ് പോകുന്നു അല്ലേ? അപ്പൊ ഈ പോകുന്നത് എന്താ? ഇറ്റ് ഇസ് എ ഫോട്ടോൺ ആണ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫോട്ടോൺ ഇനി ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊരു സൈക്ലിക് ആക്ഷൻ പോലെ നടന്നുകൊണ്ടേയിരിക്കും. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പമ്പിങ് നടക്കുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകുന്നു, അവിടുന്ന് തിരിച്ച് മെറ്റാസ്റ്റേബിളിൽ വരുന്നു, മെറ്റാസ്റ്റേബിൾ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ, ലേസർ, എ പാർട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നു ആൻഡ് എ പാർട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു, എഗെയിൻ മീഡിയത്തിലേക്ക് പോകുന്നു, അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷനെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നു ആൻഡ് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ഹൈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷനാണ് നടക്കുന്നത് അല്ലേ? ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കുന്നു, നമുക്കൊരു ഹൈ ഇൻറ്റൻസിറ്റി ലേസർ ബീം കിട്ടുന്നു. ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് എന്താ നടക്കുന്നത്? ഫോട്ടോണിന്റെ മൂവ്മെന്റ് നടക്കുന്നു. അപ്പോൾ ഇതൊരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് മാത്രമല്ല കാണിക്കുന്നത്, ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ഓസിലേറ്റർ അല്ലേ? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് മൂവ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കുക. അപ്പം ഇതാണ് ഒപ്റ്റിക്കൽ റെസൊണന്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് എ ലേസർ. ലേസറിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ കമ്പോണന്റ് ആണ് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റിക്വയർമെന്റ്സ് ഡിസ്കസ് ചെയ്തു,
കമ്പോണൻസ് ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മുടെ ലേസറിൻ്റെ ബേസിക് ലെക്ചേഴ്സ് ഒക്കെ നമുക്കിവിടെ ഫിനിഷ് ചെയ്തു അല്ലേ. ഇനി അടുത്തത് നിങ്ങളുടെ സിലബസിൽ തന്നിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു, എന്താ ആപ്ലിക്കേഷൻ അല്ലേ. ആപ്ലിക്കേഷൻ ഓഫ് ലേസേഴ്സും കൂടി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലേസർ ടോപ്പിക്ക് ഫിനിഷ് ആവും. അടുത്തത് നമ്മൾ ഇതിൻ്റെ എന്താ ഒപ്റ്റിക്കൽ ഫൈബർ, അതും സെയിം പാറ്റേണിലാണ്, പ്രിൻസിപ്പൾ, കമ്പോണൻസ് അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതോടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ അതങ്ങ് ഫിനിഷ് ആവും. ഓക്കെ, താങ്ക് യു.